Hi all. So module 4 ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓപ്പൺ ചാനൽ ഫ്ലോ റിലേറ്റഡ് കുറച്ച് പോർഷൻസ് ഉണ്ട്. അതായത് മെയിൻലി ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെസിസ് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം നോക്കിയത് പൈ ഫ്ലോ ആൻഡ് ഓപ്പൺ ചാനൽ ഫ്ലോ തമ്മിലൊരു കമ്പാരിസൺ ഉണ്ടായിരുന്നു. ദെൻ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ ചാനൽ. സോ ആവറേജ് വെലോസിറ്റി എങ്ങനെയാണ്, മാക്സിമം വെലോസിറ്റി ഏത് ഡെപ്തിലാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ടൈപ്സ് ഓഫ് ചാനൽസ്, ടൈപ്സ് ഓഫ് ഫ്ലോ, the geometric elements of channel section, that means wetted perimeter, wetted area, hydraulic radius, hydraulic mean means hydraulic depth, ആ റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു. പിന്നെ ചെസിസ് ഇക്വേഷൻ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണം. പിന്നെ ചെസിസ് ഇക്വേഷനുള്ള ഒരു ചെസിസ് കോൺസ്റ്റൻ്റ് ഉണ്ട്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദറ്റ് ചെസിസ് കോൺസ്റ്റൻ്റ് വി ക്യാൻ യൂസ് കട്ടേഴ്സ് ഫോർമുല ആൻഡ് മാനിങ്സ് ഫോർമുല. ഇപ്പോൾ സി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മാനിങ്സ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ കട്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുന്നത്. സോ അതിൻ്റെ റിലേറ്റഡ് ഇക്വേഷൻസ് പഠിക്കണം. ദ നെക്സ്റ്റ് വൺ ഇസ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻസിൽ റെക്റ്റാങ്കുലർ, ട്രയാങ്കുലർ, ട്രപ്പിസോഡൽ സെക്ഷൻസ് ഉണ്ട്. അത് 3 സെക്ഷൻസിന് ഡെറിവേഷൻ പഠിക്കണം, കണ്ടീഷൻസും പഠിക്കണം. പിന്നെ മോസ്റ്റ് എക്കണോമിക്കൽ അല്ലാത്ത സാധാരണ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വന്നാലും നമുക്കിത് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നോക്കണം. ദെൻ സർക്കുലർ ചാനൽസിൻ്റെ കേസിൽ കണ്ടീഷൻസ് ഫോർ മാക്സിമം ഡിസ്ചാർജ്, മാക്സിമം വെലോസിറ്റി, രണ്ട് തീറ്റ വരുന്ന ഈ രണ്ട് കേസിലും തീറ്റയുടെ വാല്യൂ എങ്ങനെയാണ്, സ്മോൾ ആയിട്ട് ഡിയുടെ വാല്യൂ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കുക. ദെൻ കൺവെയൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ കെ ആണ്. എ സി റൂട്ട് എം ഐ എന്നാണ് ഇക്വേഷൻ. എ സി റൂട്ട് എം ഐ എന്നുള്ള ഡിസ്ചാർജ് ആണ്. കൺവെയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ക്യാരിങ് കപ്പാസിറ്റി ആണ് ചാനലിൻ്റെ, അത് ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ കെ ആണ്. ഇറ്റ്സ് ഇക്വേഷൻ എ സി റൂട്ട് എം. Then section factor we can denote it by capital Z, and S is equal to A into root D എന്നാണ് എൻ്റെ equation. Capital D means is a hydraulic depth, that is A by T ആണ് capital D. So ഇത്രയും ടോപ്പിക്സ് നമ്മൾ നോക്കിയായിരുന്നു. Then next one is flow measurement in channels. സോ ഒരു കാര്യം കൂടി പറയാം, ഈ സർക്കുലർ ചാനൽസിൻ്റെ കേസിൽ ഡെറിവേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രയാങ്കുലർ ചാനൽസിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് സൈഡ് സ്ലോപ്പ്, ഒരു ട്രപ്പിസോഡൽ ചാനൽ കേസിൽ ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് എങ്ങനെയാണ്, അതിൻ്റെ വീഡിയോ ഓൾറെഡി യൂട്യൂബ് ഇട്ടേക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് പഠിക്കാൻ നേരത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് നോച്ചസ് ആൻഡ് വിയേഴ്സ്. സോ നോച്ചസ് ആൻഡ് വിയേഴ്സിൽ മെയിൻ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നോച്ച് എന്താണെന്ന് പഠിക്കണം. നോച്ച് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നോച്ച് നമുക്ക് ഡിസ്ചാർജ്, ഒരു ചെറിയൊരു ചാനൽ അല്ലെങ്കിൽ ഒരു ടാങ്കിലൂടെ ഉള്ള ഡിസ്ചാർജ് റേറ്റ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദിസ് നോച്ചസ്. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു ടാങ്കിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് കാണുന്നത്, ഒരു മെറ്റാലിക് പ്ലേറ്റ് വെച്ചിട്ടാണ് നോർമലി നമ്മളൊരു നോച്ചസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താണ് ചെറിയൊരു ഓപ്പണിംഗ് കാണും. ഒന്നെങ്കിൽ റെക്റ്റാങ്കുലർ ഓപ്പണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രയാങ്കുലർ, എന്ത് ടൈപ്പ് ഓപ്പണിംഗ് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ ഒരു വാട്ടറിൻ്റെ ഉള്ളിലെ ഈ ടാങ്കിലുള്ള വാട്ടർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോച്ചിൻ്റെ ടോപ്പ് എഡ്ജ് ഉണ്ടല്ലോ, ആ ടോപ്പ് എഡ്ജിന് താഴെയായിട്ടായിരിക്കണം അതിൻ്റെ ആ ഒരു വാട്ടറിൻ്റെ ഉള്ളിലെ വാട്ടർ സർഫസ് ലെവൽ. വിയർ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇതൊരു ഡിസ്ചാർജ് കാൽക്കുലേറ്റ്, ഓപ്പൺ ചാനൽ ഫ്ലോയുടെ കേസിൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഇതൊരു കോൺക്രീറ്റ് അല്ലെങ്കിൽ മേസൺട്രി സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോയുടെ കേസിൽ എക്രോസ് ആയിട്ട് ഒരു വെർട്ടിക്കൽ വോളായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ഓപ്പണിങ്സ് ഒക്കെ കാണും. ഒന്നെങ്കിൽ അതൊരു റെക്റ്റാങ്കുലർ ഓപ്പണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ട്രയാങ്കുലർ ഓപ്പണിംഗ് ആയിരിക്കും, ട്രപ്പിസോഡൽ ഓപ്പണിംഗ് ആയിരിക്കും. അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. സോ നോച്ചസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആയിരിക്കും, പക്ഷെ വിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, ബിഗ്ഗർ സൈസ് ആയിരിക്കും. അതുപോലെ നോച്ച് ഉണ്ടാക്കിയേക്കുന്ന മെറ്റാലിക് പ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇതൊരു മേസൺട്രി സ്ട്രക്ചറാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. നേപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു നോച്ച് ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു നോച്ച് ഉണ്ട്. ഈ നോച്ചിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഈ ബോട്ടം മേടിച്ചിട്ട് മുകളിലേക്കടെ എന്താണ് വാട്ടർ വരുന്നുണ്ട് അല്ലേ. ഈ ഒരു വിയറിലൂടെ അല്ലെങ്കിൽ നോച്ചിലൂടെ ഫ്ലോ ചെയ്ത് വരുന്ന ആ ഷീറ്റ് ഓഫ് വാട്ടറിന് പറയുന്നതാണ് വിൽ കോൾഡ് സ്നേപ്പ് ഓർ വെയിൻ. then ക്രസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നോച്ചിൻ്റെ കേസിൽ ഈ നോച്ചിൻ്റെ ബോട്ടം എഡ്ജിന് പറയുന്നതാണ് വിൽ കോൾഡ് ക്രസ്റ്റ്. ഇനി വിയറിൻ്റെ കേസിലാണെങ്കിൽ വിയറിൻ്റെ ടോപ്പ് എഡ്ജ് ഉണ്ടല്ലോ, ടോപ്പ് എഡ്ജിന് മുകളിലേക്കൂടെയാണ് ഈ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. സോ വിയറിൻ്റെ കേസ് പറയുമ്പോൾ എന്ത് പറയും, ടോപ്പ് ഓഫ് എ വിയർ ഓവർ വിച്ച് വാട്ടർ ഫ്ലോസ് ഇറ്റ്സ് നോൺ എസ് സിൽ ഓർ ക്രസ്റ്റ്. ഇതിന് ക്ലാസിഫിക്കേഷൻ നമ്മൾ അക്കോർഡിംഗ് ടു 4 കാര്യം ബേസിസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഷേപ്പ് ഓഫ് ഓപ്പണിംഗ്, സെക്കൻഡ് വൺ ഇസ് ഷേപ്പ് ഓഫ് ക്രസ്റ്റ്. സോ ഈ ഒരു കേസിലാണെങ്കിൽ ഓപ്പണിങ്ങിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അത് റെക്റ്റാങ്കുലർ ഓപ്പണിംഗ് ആണോ, ട്രയാങ്കുലർ ഓപ്പണിംഗ് ആണോ, ട്രപ്പിസോഡൽ ഓപ്പണിംഗ് ആണോ, അതോ ഇങ്ങനെ സ്റ്റെപ്പ് പോലത്തെ സ്റ്റെപ്ഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണോ എന്നൊക്കെ ബേസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം.
സോ ഈ കേസിൽ നോച്ചസ് ആൻഡ് വിയേഴ്സിന് ജസ്റ്റ് എല്ലാം കൂടി കോമൺ ആയിട്ടൊരു ക്ലാസിഫിക്കേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യുക കേട്ടോ. ദ നെക്സ്റ്റ് വൺ ഈസ് ഷേപ്പ് ഓഫ് ക്രസ്റ്റ്. ഈ ക്രസ്റ്റ് ഉണ്ടല്ലോ, ഈ ക്രസ്റ്റിൻ്റെ ഷേപ്പ് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ഷാർപ്പ് ക്രസ്റ്റ്. ഷാർപ്പ് ക്രസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഷാർപ്പായിട്ട് ഈ ഒരു അപ്സ്ട്രീമിൻ്റെ പോർഷനിലായിട്ട് ഷാർപ്പായിട്ടായിരിക്കും ഇരിക്കുന്നത്. ദെൻ നാരോ ക്രസ്റ്റഡ്, ബ്രോഡ് ക്രസ്റ്റഡ്, ഓഗി ഷേപ്ഡ് വിയർ. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ്. പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. നാരോ ക്രസ്റ്റഡ്, ബ്രോഡ് ക്രസ്റ്റഡ്, ഓഗി ഷേപ്ഡ് ആൻഡ് ഷാർപ്പ് എഡ്ജ് വിയർ. The next one is according to the discharge conditions. So free discharging wear ഉണ്ട്, submerged wear ഉണ്ട്. സോ ഫ്രീ ഡിസ്ചാർജിങ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ ഒരു കേസിൽ ഈ ക്രസ്റ്റിന് മുകളിലേക്കൂടെ ഈ വാട്ടർ വന്നിട്ട് എന്ത് പറ്റും? ഫ്രീ ആയിട്ട് താഴേക്ക് ഡിസ്ചാർജ് ചെയ്ത് വരികയാണ്. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വാട്ടർ കെട്ടിക്കിടക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഫ്രീ ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകും. പക്ഷെ സബ്മേഴ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സബ്മേഴ്സ്ഡ്. കണ്ടോ, ഇത്രയും പോർഷനിൽ ഓൾറെഡി വാട്ടർ ഉണ്ട്. അതിനും ആ ഒരു വാട്ടർ ബോഡിയുടെ മുകളിലേക്കാണ് ഈ ഒരു വിയറിൽ നിന്നുള്ള വാട്ടർ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ പാർഷ്യലി സബ്മേഴ്സ്ഡ് ഉണ്ട്, ഫുള്ളി സബ്മേഴ്സ്ഡ് ഉണ്ട്. പാർഷ്യലി സബ്മേഴ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കേസിൽ ഡിസ്ചാർജ് കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട് മെയിൻലി 2 ഉള്ളൂ. ഫ്രീലി ഡിസ്ചാർജിങ്ങും സബ്മേഴ്സ്ഡ് അല്ലെങ്കിൽ ഡ്രോൺ വെയർ. ഡ്രോൺ വെയറിൻ്റെ ഫിഗർ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. ഫ്രീലി ഡിസ്ചാർജിങ്. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പാണ് ഈ ഡിസ്ചാർജ് കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. The next one is effect based on the effect of the sides on the nape emerging from wear. അതായത് ഇപ്പോൾ ഒരു വിയർ ഞാനിങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ചാനലാണ്. ചാനൽ അക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ബോൾ പോലെ കൺസ്ട്രക്ട് ചെയ്തെന്ന് വിചാരിക്കാം. സോ ഈ കാണിച്ചേക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് കോൺട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. അപ്പോൾ ഇതിങ്ങനെ ചാനലാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന വിയർ ഇങ്ങനെ ആയിരിക്കുന്നെങ്കിൽ ഇത് സപ്രസ്ഡ് ആയിട്ടുള്ള വിയർ ആണ്. കോൺട്രാക്റ്റഡ് വിയർ എന്ന് പറയുകയാണെങ്കിൽ ഈ വാട്ടർ ഇത് ഇത്രയും വലിയ വിഡ്ത്തുള്ള ഒരു ചാനലാണെങ്കിൽ പോലും ഈ വാട്ടർ ഇത്രയും പോർഷനിലൂടെ മാത്രമാണ് കടന്നു വരുന്നുള്ളൂ. ഇത് ഫുൾ ലെങ്ത്തിൽ, അതായത് ചാനലിൻ്റെ ഫുൾ വിഡ്ത്തിൽ തന്നെ ഈ വാട്ടർ കടന്നു വരുന്നില്ല. എൻ്റെ ഈ ഒരു വിയറിൻ്റെ ക്രസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ വിഡ്ത്തിനേക്കാളും കുറവാണ്. ഓക്കെ, ഫുൾ ലെങ്ത്തിൽ നമ്മുടെ ക്രസ്റ്റ് ലെങ്ത് ഇല്ല. ഈ ചാനലിൻ്റെ ഫുൾ വിഡ്ത്തിൽ ക്രസ്റ്റ് ലെങ്ത് ഇല്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു കോൺട്രാക്ട് ചെയ്തിട്ടുള്ള വിയറാണ്. സോ കോൺട്രാക്ട് ചെയ്തിട്ടുള്ള വിയർ ആകുമ്പോൾ അതിന് നമ്മൾ പ്രത്യേക ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അതിൻ്റെ കൂടെ കടന്നു വരുമ്പോൾ ആ വരുന്നതിനുള്ള ഷീറ്റ് ഓഫ് വാട്ടറിന് ചെറിയൊരു അതിൻ്റെ സൈഡ് രണ്ടിങ്ങനെ കോൺട്രാക്ട് ചെയ്തിങ്ങനെ സൈഡ്സ് ഉണ്ട്. ഈ സൈഡ്സ് കാരണം ചെറിയ എഫക്റ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സോ ഇങ്ങനെ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഈ ഷേപ്പിലുള്ള വിയേഴ്സിനാണ് കോൺട്രാക്റ്റഡ് വിയേഴ്സ് എന്ന് പറയുന്നത്. സപ്രസ്ഡ് വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഈ വോളിന് അക്രോസ് ആയിട്ട് ഈ ചാനലിന് അക്രോസ് ആയിട്ട് ഫുൾ വിഡ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ വെർട്ടിക്കൽ വോളങ്ങ് കൺസ്ട്രക്ട് ചെയ്യും. ഇതൊരു റെക്റ്റാങ്കുലർ വിയർ ആണ്. പിന്നെ മുകളിലൂടെ എന്ത് പറ്റും? വാട്ടർ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഫുൾ ചാനലിൻ്റെ വിഡ്ത്ത് തന്നെയായിരിക്കും ഈ ഒരു വിയറിൻ്റെ ഫുൾ ക്രസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇൻ ദ കേസ് ഓഫ് സപ്രസ്ഡ് വിയർ, ദാറ്റ് ഇസ് വിയർ വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ, ക്രസ്റ്റ് ലെങ്ത് ഓഫ് ദ വിയർ ഇസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ചാനൽ. സോ അതുകൊണ്ട് അവിടെ എൻഡ് കോൺട്രാക്ഷൻസ് ഒന്നും കാണില്ല. സോ അങ്ങനെ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യും. സോ ഹിയർ വി ഹാവ് കോൺട്രാക്റ്റഡ് വിയർ ആൻഡ് സപ്രസ്ഡ് വിയർ. The next one is discharge over a rectangular sharp crested wear or not. അപ്പോൾ ജസ്റ്റ് നിങ്ങളോട് പറയുകയാണ്, derive an expression for discharge over a rectangular sharp crested wear എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡെറിവേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എൻഡ് കോൺട്രാക്ഷൻസ് മൈൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതായത് ഈ ചാനൽ ഈ വിയറിൻ്റെ അടുത്തേക്ക് വരുന്ന മുമ്പായിട്ട് എന്താണ്, ആ ഒരു വാട്ടർ ചെറിയൊരു വെലോസിറ്റിയിലായിരിക്കും വരുന്നത്. ഓക്കെ, ആ വെലോസിറ്റി കാരണം ഒരു അഡീഷണൽ ഹെഡും കൂടി ശരിക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒട്ടുമിക്ക പ്രോബ്ലത്തിൽ അത് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഡെറിവേഷൻ്റെ ഉള്ളിൽ ആ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള വിയർ എന്നുള്ള അസംഷൻസിലാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ഇതുപോലെ ഒരു റെക്റ്റാങ്കുലർ നോച്ച് അല്ലെങ്കിൽ വിയർ മാർക്ക് ചെയ്യാം. ഈ സൈഡിൽ നിന്നുള്ള വ്യൂവിൽ നമുക്ക് എന്ത് കാണും? ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷനാണ് അല്ലേ, റെക്റ്റാങ്കുലർ വിയർ ആണ്. ഇത്രയും പോർഷൻ കാണിക്കുക. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യണം.
ആൻഡ് വാട്ടർ സർഫസ് ചെയ്യുന്ന ഒരു എച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു കുഞ്ഞ് സ്ട്രിപ്പ് ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ആ സ്ട്രിപ്പിൻ്റെ തിക്നെസ് ആണ് DH. പിന്നെ ഈ ഒരു ക്രസ്റ്റ് ലെങ്ത് ആണ് L. ഈ ഒരു വ്യൂ എന്ന് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്നുള്ളൂ കേട്ടോ. ഈ സൈഡ് നോക്കുമ്പോഴാണ് ഈ ഒരു വ്യൂ കിട്ടുന്നത്. സെക്ഷൻ ക്രസ്റ്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇത്രയും പോർഷൻസ് ഈ 2 ഫിഗേഴ്സ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ കുഞ്ഞ് സ്ട്രിപ്പിലൂടെയുള്ള ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു എന്താണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ. സോ ഏരിയ ഓഫ് ദിസ്, ഈ കുഞ്ഞു പോർഷനിലൂടെ ഈ സ്ട്രിപ്പിലൂടെ ഡിസ്ചാർജ് എന്ന് പറയുകയാണെങ്കിൽ ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് ഇൻറ്റു എന്താണ്, ഈ പോയിന്റിലുള്ള വെലോസിറ്റി ആണ്. സോ വാട്ടർ സർഫസിൽ നിന്ന് H ഡിസ്റ്റൻസ് താഴെയുള്ള ഒരു പോയിന്റിലെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2gh ആണ് എൻ്റെ ഇക്വേഷൻ. സോ വെലോസിറ്റി എന്ന് പറയുമ്പോൾ √2gh എന്ന് വരും. പിന്നെ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, L ഇൻറ്റു DH അല്ലേ, L ഇൻറ്റു DH. സോ ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് L ഇൻറ്റു DH ആണ്. അതുപോലെ വെലോസിറ്റി √2gh ആണ്. പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരു കുഞ്ഞു സ്ട്രിപ്പിലൂടെ ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ DQ is equal to CD. CD മീൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. CD ഇൻറ്റു ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി ആണ്. സോ തിയററ്റിക്കൽ വെലോസിറ്റി √2gh ആണ്, ഏരിയ L ഇൻറ്റു DH ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ആസ് എ ഹോൾ നമുക്ക് കംപ്ലീറ്റ് ആ വെയറിൻ്റെ ഉള്ളിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ DQ എന്ന് പറഞ്ഞാൽ DQ ആണ്. ജസ്റ്റ് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസ് എല്ലാം പുറത്തേക്ക് എടുക്കുക. ആകെ ഉള്ളത് √h ആണ് വേരിങ് ആയിട്ടുള്ളത് കേട്ടോ. സോ √h എന്ന് പറയുമ്പോൾ h⁻1/2 അല്ലേ. പിന്നെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എച്ചിൻ്റെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും, ഇവിടെ തൊട്ടല്ലേ മെഷർ ചെയ്യുന്നത്, 0 to ക്യാപിറ്റൽ H ആണ് എൻ്റെ ലിമിറ്റ്. സോ ലിമിറ്റ് ഇടുമ്പോൾ 0 to h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് x⁻n ഫോമാറ്റിലാണ് കിടക്കുന്നത്. സോ x⁻n+1 ഡിവൈഡ് ബൈ n+1 എന്നായിരിക്കും വരുന്നത്. സോ 1/2 + 1 എന്ന് പറയുമ്പോൾ 3/2 ആണ്. സോ അങ്ങനെയാണ് ഇങ്ങനെ കിട്ടിയേക്കുന്നത്. പിന്നെ ലിമിറ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ആൻസർ കിട്ടും. ദാറ്റ് ഇസ് 2/3 CD L √2g h⁻3/2. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട ഒന്നാണ് പറഞ്ഞുതരാം. നിങ്ങൾ ചുമ്മാ ഒരു റെക്റ്റാങ്കുലർ നോച്ചാണ് തന്നിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെപ്തും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹെഡ് തന്നിട്ടുണ്ടെങ്കിൽ സാധാരണ അതായത് എൻ്റെ കോൺട്രാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല, വെലോസിറ്റി ഓഫ് അപ്രോച്ചിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യണം. സോ ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ പ്രോബ്ലം നോക്കുക. എളുപ്പമുള്ള പ്രോബ്ലം ആണ്. ഈ നോച്ചിൻ്റെ റെക്ടാങ്കുലർ നോച്ചിൻ്റെ ലെങ്ത് ദാറ്റ് ഇസ് ക്യാപിറ്റൽ L തന്നിട്ടുണ്ട്, കോൺസ്റ്റന്റ് ഹെഡ് ഓഫ് ദ നോച്ച് ദാറ്റ് ഇസ് ക്യാപിറ്റൽ H തന്നിട്ടുണ്ട്, സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എഴുതാതെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമേ ഉള്ളൂ. അതുപോലെ ചില പ്രോബ്ലത്തിൽ പറയും മാക്സിമം ഡെപ്ത് ഓഫ് വാട്ടർ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. മാക്സിമം ഡെപ്ത് ഓഫ് വാട്ടർ ഓൺ ദ അപ്സ്ട്രീം സൈഡ് എന്ന് പറഞ്ഞാൽ ഈ H1ൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചേക്കുന്ന ഈ ഒരു പ്രോബ്ലത്തിൽ ചോദിച്ചേക്കുന്ന ഹൈറ്റ് ഓഫ് റെക്ടാങ്കിൾ വിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ക്യാപിറ്റൽ H ഈ ഹെഡ് ഓവർ ദ ക്രസ്റ്റ് കണ്ടുപിടിച്ച് വയ്ക്കും. അത് പോരാ, നമുക്ക് വേണ്ടത് ഹൈറ്റ് ഓഫ് റെക്ടാങ്കിൾ വിയർ എന്ന് പറയുന്നത് H2യുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ H2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മാക്സിമം ഡെപ്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, H1 തന്നിട്ടുണ്ട്, H2 എന്താന്ന് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആകെ അറിയാവുന്ന H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. സോ ഈ കേസിൽ ഡിസ്ചാർജ് നമുക്കറിയാം ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്, അത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് മാറ്റുക. പിന്നെ ഡെപ്ത് ഓഫ് വാട്ടർ 1.8 ആണ്, ക്യാപിറ്റൽ H1ൻ്റെ വാല്യൂ നമുക്കറിയാം, Lൻ്റെ വാല്യൂ അറിയാം, സിയുടെ വാല്യൂ അറിയാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, വേറെ എൻ കോൺട്രാക്ഷന് വെലോസിറ്റി ഓഫ് അപ്രോച്ചിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് സാധാരണ ഇക്വേഷൻ യൂസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് H എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നോക്കാം. H കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന ഹൈറ്റ് ഓഫ് റെക്ടാങ്കുലർ വിയർ എന്നാണ്. അതല്ലാതെ ഹെഡ് ഓഫ് ദ വിയർ മീൻസ് ക്രിസ്റ്റ് മുകളിൽ ഹെഡ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കുന്നത്. ഹെഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ് H വരെ നമുക്ക് നിർത്തായിരുന്നു. പക്ഷേ ഈ കേസിൽ ഹൈറ്റ് ഓഫ് ദ റെക്ടാങ്കിൾ വിയർ ആയതുകൊണ്ട് H2 = H1 - H എന്ന് വരെയുള്ള സ്റ്റെപ്പ് ചെയ്താലാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് ട്രയാങ്കുലർ നോച്ചാണ്. സോ റെക്ടാങ്കുലർ നോച്ചിൻ്റെ സിമ്പിൾ പ്രോബ്ലംസിൽ ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരാറുള്ളത്. ഈ പ്രോബ്ലംസ് നോക്കുക.